ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹി അമ്മാ ബഅദ്. സൂറത്തു ത്വാഹ 90 മുതൽ 93 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ നിയമങ്ങൾ സൂചിപ്പിക്കാം. വലഖദ് ഖാല ലഹും ഹാറൂൻ, ഇതിലൊക്കെ ഖാഫ് എന്ന അക്ഷരം ആവർത്തിച്ചു വരുന്നുണ്ട്. തഫ്ഖീം ചെയ്ത്, ഇസ്തിഅലാഇൻ്റെ അക്ഷരമാണ് എന്നതുകൊണ്ട് തന്നെ തഫ്ഖീം ചെയ്ത് തടിപ്പിക്കേണ്ട അക്ഷരമാണത്. സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. വലഖദ് എന്ന് പറയുമ്പോൾ ദാലിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കണം. ഖാല എന്ന് പറയുമ്പോൾ തഫ്ഖീമോടുകൂടി ഉച്ചരിക്കണമെന്ന് നാം പറഞ്ഞത്. അലിഫിലും തഫ്ഖീം നിലനിർത്തുകയും വേണം. ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം ഉണ്ടായിരിക്കും. ലഹും ഹാറൂനു, ഇതിൽ സാക്കിനത്തായ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ലഹും എന്ന മീം മണിച്ചു പോവരുത്. ലഹും ഹാറൂനു, ഹാറു റു എന്ന റാ തടിപ്പിച്ച് തഫ്ഖീമോടുകൂടി ഉച്ചരിക്കുക. മിൻ ഖബ്ലു, സാക്കിനത്തായ നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിക്കണം. മണിക്കലിൽ തഫ്ഖീം വേണം, ശേഷം ഖാഫാണ് വന്നത് എന്നതുകൊണ്ട്. മിൻ ഖബ്ലു, ഖബ്ലു എന്ന് പറയുമ്പോൾ ബാഇൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക. യാ ഖൗമി ഇന്നമാ, ഇതിൽ വീണ്ടും ഖാഫ് വരുന്നു. തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട ഇസ്തിഅലാഇൻ്റെ ഹർഫാണ് ഖാഫ്. യാ ഖൗമി ഇന്നമാ, നൂൻ മുഷദ്ദദയെ മണിക്കണം. ഇന്നമാ ഫുതിൻതും ബിഹി, ഇവിടെ രണ്ട് ഇഖ്ഫാകളുണ്ട്. ഒന്ന് ഇഖ്ഫാ ഹഖീഖി, രണ്ടാമത്തേത് ഇഖ്ഫാ ഷഫവി. ഫുതിൻതും, ഈ പദത്തിൽ സാക്കിനത്തായ നൂനിന് ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. സാക്കിനത്തായ മീമിനെ ഇഖ്ഫാ ഷഫവി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഫുതിൻതും ബിഹി വഇന്ന റബ്ബക്കും, നൂൻ മുഷദ്ദദയെ മണിക്കണം. റാഇന് തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ച് റാ ഉച്ചരിക്കുക. വഇന്ന റബ്ബക്കുമുർ റഹ്മാനു, അർ-റഹ്മാൻ, ഇവിടെ റാഇനെ തഫ്ഖീം ചെയ്യുക. ഹ വ്യക്തമാക്കി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. അർ-റഹ്മാനു ഫത്തബിഊനി, ഫത്തബിഊനി വഅതീഉ അംരി, ഈ പദത്തിൽ അതീഉ എന്ന് ത്വാഇന് കസ്റാണ് എന്നതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം നൽകി ഉച്ചരിക്കണം. ഐനിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. വാവിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. വഅതീഉ അംരി, അംരി എന്ന പദത്തിൽ സാക്കിനത്തായ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. ഖാലൂ ലൻ നബ്റഹ അലൈഹി ആകിഫീൻ, വീണ്ടും ഖാലു എന്ന പദം ഖാഫിനും അലിഫിനും തഫ്ഖീം കൊടുക്കുക. ലൻ നബ്റഹ, സാക്കിനത്തായ നൂൻ ശേഷമുള്ള നൂനിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. നബ്റഹ, ഈ പദത്തിലെ സാക്കിനത്തായ ബാഇന്, സുക്കൂൻ നൽകപ്പെട്ട ബാഇന് ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക. റാ തഫ്ഖീം ചെയ്ത് തടിപ്പിക്കുക. നബ്റഹ, നബ്റഹ അലൈഹി, ആവർത്തിച്ച് ഹൽഖിയായ അക്ഷരങ്ങൾ വരുന്നു. വ്യക്തമായി എല്ലാം അതാത് മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. ലൻ നബ്റഹ അലൈഹി, അലൈഹി ആകിഫീന, ആകിഫീന ഹത്താ യർജിഅ, യർജിഅ, റാഇനെ തടിപ്പിച്ച് തഫ്ഖീം ചെയ്യുക. യർജിഅ ഇലൈനാ മൂസ, വീണ്ടും ഖാല, ഖാഫിനും അലിഫിനും തഫ്ഖീം കൊടുത്ത് തടിപ്പിച്ച് ഉച്ചരിക്കുക. ഖാല യാ ഹാറൂനു, ഖാല യാ ഹാറൂനു, ഇതിൽ റാഇന് മാത്രം
ഖാല യാ ഹാറൂനു. ഈ പദത്തിൽ ഖാല എന്ന് പറയുമ്പോൾ ഇസ്തിഅലാൻ്റെ ഹർഫായ ഖാഫിനെയും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനെയും തഫ്ഖീം ചെയ്യണം, തടിപ്പിക്കണം. യാ ഹാറൂനു. റാഇന് തഫ്ഖീം കൊടുക്കണം, മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരാതെ ശ്രദ്ധിക്കണം. യാ ഹാറൂനു മാ മനഅക ഇദ് റഅയ്തഹും. ഇദ് എന്ന പദം പ്രത്യേകം ശ്രദ്ധിക്കുക. ദാലിൻ്റെ ഉച്ചാരണം മഖ്റജിൽ നിന്ന് വ്യക്തമാക്കി എല്ലാ ഹർഫുകളും ഉച്ചരിക്കേണ്ടതാണ്. ഇവിടെ ദാല് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. റഖാവ ഉള്ള അക്ഷരമാണ്, ലൂസാക്കി അയവോടുകൂടി ഉച്ചരിക്കണം. ഇദ് റഅയ്തഹും. റാഇനെ തഫ്ഖീം ചെയ്യുക, മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം നൽകുകയില്ല. റഅയ്തഹും ضلوا. സാക്കിനത്തായ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. ضلوا എന്നതിൽ ضاد ഇസ്തിഅലാൻ്റെ ഹർഫാണ് എന്നതുകൊണ്ട് തഫ്ഖീം ചെയ്ത് തടിപ്പിച്ച് ഉച്ചരിക്കുക. ضلوا അതിൻ്റെ പ്രത്യേകമായ മഖ്റജിൽ നിന്ന് വ്യക്തമായി ഉച്ചരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ضلوا അല്ലാ തത്തബിഅൻ. ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ നൂനിന് സുക്കൂനാണ്. വസ്ല് ചെയ്ത് ചേർത്തോതുമ്പോൾ യാ നൽകപ്പെടുകയുമില്ല എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. യാ മഹ്ദൂഫത്തായ പദമാണ് ഈ പദം. അല്ലാ തത്തബിഅനി അഫഅസൈത അംരി. അല്ലാ തത്തബിഅനി അഫഅസൈത. അസ്ലിൽ അത് അല്ലാ തത്തബിഅനി എന്നായിരുന്നു. എന്നാൽ നമ്മുടെ റിവായത്ത് പ്രകാരം അവിടെ ദീർഘം നൽകുകയില്ല. യാ ഇല്ലാത്ത രൂപത്തിൽ അല്ലാ തത്തബിഅനി അഫഅസൈത എന്ന് പാരായണം ചെയ്യണം. വഖഫ് ചെയ്യുകയാണെങ്കിൽ നൂനിന് സുക്കൂൻ നൽകി അല്ലാ തത്തബിഅൻ എന്ന് ഓതേണ്ടതാണ്. അഫഅസൈത അംരി. ഈ പദത്തിൽ സ്വാദിന് മാത്രമാണ് തഫ്ഖീമുള്ളത്. തടിപ്പിച്ച് സ്വരഭാരത്തോടെ സ്വാദ് ഉച്ചരിക്കുക. ഇസ്തിഅലാൻ്റെ ഹർഫാണ്. മറ്റക്ഷരങ്ങളൊക്കെ ഇസ്തിഫാലിൻ്റേതാണ്, തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കേണ്ടതാണ്. അംരി എന്ന പദത്തിൽ സാക്കിനത്തായ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. അഫഅസൈത അംരി. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. ولقد قال لهم هارون من قبل يا قوم إنما فتنتم به وإن ربكم الرحمن فاتبعوني وأطيعوا أمري. قالوا لن نبرح عليه عاكفين حتى يرجع إلينا موسى. قال يا هارون ما منعك إذ رأيتهم ضلوا ألا تتبعني أفعصيت أمري.